ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചത് കോടികൾ. വിദേശ മലയാളികളായ അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും പണം പിരിച്ചു. ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം വാങ്ങി. വിവാദം ഒഴിവാക്കാൻ പിരിച്ച പണത്തിൽ നിന്നും 7 പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകിയെന്ന വിവരങ്ങളുണ്ട്. VS അനു തിരുവനന്തപുരത്ത് നിന്ന് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്ക് ചേർന്നുണ്ട്. VS അനു, ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടായതായി സംശയം എന്ന് പറഞ്ഞിരുന്നു. പ്രേക്ഷകരെ നമ്മൾ അറിയിച്ചിരുന്നു. ഇന്ന് അത് സ്ഥിരീകരിക്കുന്ന കൂടുതൽ തെളിവുകൾ കൂടി വരുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? സേതു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ വിവാദ നായകൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെയാണ്. കാരണം ഈ 2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ, അല്ലെങ്കിൽ അത് ഈ ചെമ്പിലുള്ള ശില്പങ്ങൾ സ്വർണം പൂശാൻ വേണ്ടി ഇയാൾ കൊണ്ടുപോകുമ്പോൾ അതുമായി ഇയാളാണ് സ്പോൺസറായി, ഞാൻ ഇത് പൂശിത്തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഈ കൊണ്ടുപോയതിൻ്റെ പേരിൽ ഇയാളല്ല യഥാർത്ഥത്തിൽ ഇതിനുള്ള പണം ചിലവാക്കിയത്. അതിനുവേണ്ടി വലിയ കോടികളുടെ പിരിവ് ഇയാൾ നടത്തി. വിദേശ അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിയതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചു വരികയാണ്. ഇതിലേറ്റവും പ്രധാനം ഇത് കുറേ ആളുകൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ നൽകി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചില ആളുകളെങ്കിലും ഇതിൻ്റെ കണക്ക് ചോദിച്ചു തുടങ്ങി. ആ സമയത്ത് ഇയാൾ 7 പവൻ്റെ ഒരു മാല മാളികപ്പുറം ദേവിക്ക് ചാർത്തി. ആ ചാർത്തി എന്ന് പറയുമ്പോൾ ഈ 7 പവൻ്റെ മാല ദേവസ്വം സാധാരണ നമ്മളിപ്പോൾ ശബരിമല അയ്യപ്പനോ അല്ലെങ്കിൽ ദേവസ്വം അല്ലെങ്കിൽ ഈ പറയുന്ന മാളികപ്പുറത്തിലോ എന്തെങ്കിലും നേർച്ച സ്വർണ്ണമായിട്ടോ മറ്റോ നൽകുന്നുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് വഴിയാണ് നൽകേണ്ടത്. പക്ഷേ ഇയാൾ നൽകിയത് ദേവസ്വം ബോർഡിലേക്കല്ല, പകരം ഈ പറയുന്ന മാളികപ്പുറം മേൽശാന്തിമാരെ അല്ലെങ്കിൽ ശാന്തിമാരെ നേരിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് ദേവസ്വം ബോർഡ് പ്രത്യേക മീറ്റിംഗ് ചേരുകയും മാസ്റ്ററിൽ പിന്നീട് ഉൾപ്പെടുത്തുകയും ഒക്കെയാണ് ചെയ്തത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു 7 പവന്റെ മാല ഇയാൾ നൽകുന്നു. പിന്നീട് വീണ്ടും ആളുകൾ ഈ ബാക്കി പണം എവിടെ? കാരണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോടിയുടെ രൂപയായിരിക്കും ഇയാൾ പിരിച്ചത്? കാരണം കണക്കില്ലാത്ത തരത്തിലുള്ള പണം ഇയാൾ പിരിച്ചു എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. ആ സമയത്ത് ഇയാൾ മറ്റൊരു പ്രപ്പോസലുമായി ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നു. അത് നിർദ്ധനരായ യുവതികൾക്ക് വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു പ്രപ്പോസൽ ഇയാൾ ദേവസ്വം ബോർഡിന് 2019-20 വർഷത്തിൽ സമർപ്പിച്ചു. എന്നാൽ അങ്ങനെ ഒരു പ്രപ്പോസൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് 2019-20 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. അതോടുകൂടി ഇയാൾ അതിൽ നിന്ന് പിന്മാറി. അതായത് ഈ പിരിച്ച പണത്തിൽ പിന്നീട് ഈ കല്യാണം പോലും നടത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള വലിയൊരു ഫണ്ട് ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായിരുന്നാലും ഈ ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി പൂശുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും പണപ്പിരിവുമാണ് നടന്നിട്ടുള്ളത്. ഇത് ആരൊക്കെയാണ് ഈ പണം നൽകിയത്, എവിടേക്കാണ് ഈ പണം പോയത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ചെയ്യുന്നത്.